കോടതി വിധി പ്രകാരമുള്ള തുകകളടക്കം കരാറുകാർക്ക് നൽകാനുള്ള 2800 കോടി രൂപയുടെ കുടിശ്ശിക സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്താത്ത നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന ആരോപണവുമായി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ഏതാനും വൻകിട പദ്ധതികളിലെ കരാർ കമ്പനികൾക്ക് മാത്രം കരാർ തുക ക്രമമായി നൽകുകയും സർക്കാർ വകുപ്പുകളായ പൊതുമരാമത്ത്, ജലവിഭവ വകുപ്പുകളിലെ സാധാരണ കരാറുകാരോട് വിവേചനം കാണിക്കുകയുമാണ് സംസ്ഥാന സർക്കാർ എന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു. ഈ 2015 ഫെബ്രുവരി മാസം 28-ാം തീയതി വരെ 2800 കോടി രൂപയാണ് കേരളത്തിലെ കരാറുകാർക്ക് ഈ ഗവൺമെന്റ് കൊടുക്കാറുള്ളത്. അതിന് 1 രൂപ പോലും ബഡ്ജറ്റ് വകവച്ചിട്ടില്ല. പകരം ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് നിങ്ങൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങിച്ചു. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാണ് 894 കോടി രൂപ ഉടനെ ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ പോകുന്നു. ഗവൺമെന്റ് തരാം. ഏതാണ്ട് ഗവൺമെന്റ് സൗജന്യം പോലെയാണ്. കുടിശ്ശിക അടക്കമുള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഗവർണർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കരാറുകാർ അറിയിച്ചു. ബജറ്റിൽ നിയമാനുസൃത തിരുത്തലുകൾ വരുത്താൻ തയ്യാറാകാത്ത പക്ഷം സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു.